ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് എന്താണ് അജണ്ട? തെലുങ്ക് ആയിക്കോട്ടെ അല്ലേ? തെലുങ്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, റെഡി? ഹെഡ് ഫസ്റ്റ് വൺ. വീണ്ടും വന്നോ സൗണ്ട്? അറിയാതെ ശീലിച്ചത് വരും. അത് നിന്നെ തന്നെ നീ നിയന്ത്രിച്ച് ഇപ്പോഴേ നുള്ളി എറിഞ്ഞോ. അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നാ പോരായിരുന്നോ? അതാരും ശ്രദ്ധിക്കൂലായിരുന്നു. അല്ലല്ല, അടി അപ്പ കൊടുക്കണം. നല്ല അത് പൂളിങ് കൊമ്പ് വെട്ടിയിട്ട് അടിക്കണം. എന്നാലേ ആ ഒരു വൃത്തികെട്ട ശീലങ്ങളൊക്കെ മാറും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വടി എടുക്കാൻ പോയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ, കുട്ടന്റെ ഷിനിഗാമി സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് OTT റിലീസ് ഡേറ്റ് മനോരമ മാക്സിലാണ് വരുന്നത്, ജൂലൈ 4-ന്. ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ന് വരും, കാണാം. അപ്പോൾ ആൾറെഡി വന്നിട്ടുണ്ടാവുമല്ലോ, OTT എത്തിയിട്ടുണ്ടാവും. കുട്ടന്റെ ഷിനിഗാമി, വെറൈറ്റി പേരൊക്കെ. അടുത്തത് SSMB 29. യോ, തെലുങ്കല്ലേ? പിന്നെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഓഗസ്റ്റ് 9-ന് വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രത്യേകത ഓഗസ്റ്റ് 9 രാജമൗലി മഹേഷ് ബാബുവിന്റെ ബർത്ത്ഡേ ആണോ? അത് നോക്കിയില്ലല്ലേ നമ്മള്, അത് ശ്രദ്ധിച്ചില്ല, ചെക്ക് ചെയ്തില്ല. നോക്കാം. എന്തായാലും ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ ലുക്കും പുറത്തു വരുന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. മഹേഷ് ബാബു, പൃഥ്വിരാജ്, പിന്നെ പ്രിയങ്ക ചോപ്ര, ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. SS രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ. ഓക്കെ, അടുത്തത് ആ ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ജോണർ അങ്ങനെയൊക്കെ പറയണം. ആ ജോണറിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും കൂടി പറയണമെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? ഗണശ്യാമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൾ ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആണോ? ഏത് ലാംഗ്വേജിലാണോ ചോദിച്ചത്? മലയാളത്തിലാണോ? ഏത് ലാംഗ്വേജും മൊത്തത്തിലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണർ എന്താണ്? ത്രില്ലർ. യെസ്, എനിക്കും ത്രില്ലറാണ് ഏറ്റവും ഇഷ്ടം. അതിപ്പം ഓരോ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ത്രില്ലർ മൂവി ഓൾഡ് ബോയ് ആണ്, ദ ഓൾഡ് ബോയ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഇപ്പൊ എടുത്ത് പറയണമെങ്കിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കുറെ ഉള്ളത് കൊണ്ട്. ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമ പേരുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കും. അതുണ്ട്. അതല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും ഉണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാക്ഷസനൊന്നും പറഞ്ഞതാണ്. രാക്ഷസനുണ്ട്, അതൊക്കെ. പിന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ വേറെ ഉണ്ട്. അതിന്റെ മുകളിലുണ്ട് ദൃശ്യം, മെമ്മറീസ്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ മതി, ഒരെണ്ണല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് തൽക്കാലം ഒന്നിൽ ഒതുക്കാം. അടുത്തത് 2-1 പോരട്ടെ. സ്പിരിറ്റ് 2-2. ഡോൺലി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റോറി ഒന്നുമില്ല, അടി കൊള്ളണം, ലാസ്റ്റ് നായകന്റെ കൈ കൊണ്ട് ചാകും. പറ്റുമോ? അപ്പോ ഞാൻ ആലോചിക്കട്ടെ, ഇത്ര കോടി വരും. അപ്പൊ പിന്നെ നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പൊ എന്താ. ഓക്കെ, അടുത്തത് രാവണം. അല്ലു അർജുൻ പ്രശാന്ത് നീൽ മൂവി. സിനിമയെ കുറിച്ച് നമ്മുടെ ദിൽരാജു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഈവെന്റിൽ വെച്ചിട്ട് പറഞ്ഞാണ് ഈ സിനിമ എന്തായാലും സംഭവിക്കും. അത് സത്യം തന്നെയാണ്. പക്ഷേ അല്ലു അർജുൻ്റെ കമ്മിറ്റ്മെന്റ് ഉള്ള 2-3 സിനിമ സംഭവിച്ചതിന് ശേഷമേ സംഭവിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, പ്രശാന്തിയിലും അത്യാവശ്യം കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണല്ലോ. പിന്നെ ഇഷ്ടം പോലെ. അതെ, എന്തായാലും താൽക്കാലികമായി ഈ സിനിമക്ക് പേരിട്ടിരിക്കുന്നത് രാവണം എന്നുള്ളതാണ്. രാവണം. ഓക്കെ, ഗംഭീരമാവട്ടെ. ഓക്കെ, അടുത്ത് ഈ അല്ലു അർജുൻ്റെ സിനിമകൾ ഏതൊക്കെയായിരുന്നു അപ്പോൾ? അതായത് ഒന്ന് അറ്റ്ലി മൂവി ഉണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബേസിൽ ജോസഫിന്റെ സൂപ്പർ ഹീറോ മൂവിയാണോ കണ്ടറിയാം. തുറന്നായിരുന്നു കേട്ടോ. അടുത്തെന്താ? OG 3 അതല്ലേ ആ ടൈമിൽ ഞാൻ നോക്കിയത്. OG സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബർ 25-നായിരുന്നു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത്. വിശ്വംഭര സെപ്റ്റംബർ 25-ന് എത്തും എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇതിനാണോ ഉസ്താദ് ഭഗത് സിംഗ് സിനിമയുടെ ലൊക്കേഷനിലേക്ക് നമ്മുടെ ചിരഞ്ജീവികാർ പോയത്? മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കാണാൻ നീ ഒന്ന് മാറ്റിത്താ.
എന്റെ കഴിഞ്ഞതെല്ലാം പൊട്ടിയേക്കുവാണ്. എന്റെ അവസ്ഥ വളരെ അല്ല ഇതും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഓജി അല്ല ഞാൻ പറഞ്ഞ വിശ്വംഭര ആള് പറയുമ്പോ അത് വലിയ പ്രതീക്ഷ. പക്ഷെ അത് ഈ അതിനൊരു ബഹുമാനം കൊടുത്ത പോലെ ഫീൽ ചെയ്യുന്നു. ടീച്ചർ മറന്നോ കുതിരപ്പുറത്ത് അതും അതിന്റെ മറ്റേ അവതാരണ തുടക്കവും. അതെ അതെ അതാണ്. എന്തായാലും ആ ഒരു ഡേറ്റില് വിശ്വംഭര കയറി വരും. ഓക്കെ ഓജി അല്ല പവൻ കല്യാൺ മൂവി അല്ലേ, മാറ്റാനുള്ളതാ. എല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കും. മാറ്റി വരട്ടെ. ഹരിഹര വീരമല്ലു 24-ന് റിലീസാ. പക്ഷെ അത് വരുമെങ്കിൽ കാണാം. ട്രെയിലറൊക്കെ വന്ന സ്ഥിതിക്ക് മാറ്റൂലായിരിക്കും. ഓക്കെ അടുത്തത് ലോക. നമ്മുടെ വേഫർ ഫിലിംസിന്റെ യൂണിവേഴ്സിൽ വരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റിലേക്ക്. അതായത് ഓഗസ്റ്റിലേക്ക് കാരണം ഓണത്തിലേക്ക്. ഓണം റിലീസ്. അപ്പം ഓണം സിനിമകളിൽ ലോക ഉണ്ടാവും. കൊള്ളാം. ഓക്കെ പോട്ടെ. ലാലേട്ടൻ ആൻഡ് അനൂപ് മേനോൻ മൂവി. സിനിമ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അതായത് ഈ സിനിമ ആദ്യം പറയേണ്ട കാര്യം എന്താ അറിയോ, ഈ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. സത്യം. അതായത് ആള് ഭയങ്കര ചാർജാണ്. ആള് പറയാണ് അതായത് 5 പാട്ടുള്ള 3 ഫൈറ്റുള്ള ഒരു സിനിമ, ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. പക്ഷേ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ടീമുണ്ടല്ലോ അവരൊന്ന് പിന്മാറിയിട്ടുണ്ട്. പുതിയ പ്രൊഡക്ഷൻ ടീമൊക്കെ വരണം. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, അടുത്ത വർഷം സംഭവിക്കും. ഓക്കെ അടുത്ത വർഷം വരട്ടെ. അടുത്തത് അല്ല ഞാൻ പറയേണ്ട കാര്യം നീ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അത് ശരി, എടുക്കേണ്ട കീഴി എടുത്തല്ലോ. ഓക്കെ AK-64 ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് അജിത് നായകനായി സിനിമ പുറത്തു വരും. ഓക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിരുന്നത് ആദ്യം ഏതോ ടീമായിരുന്നല്ലോടാ, സൺ പിക്ചേഴ്സോ, അത് വലിയ ടീം കയറിയുന്നുണ്ടായിരുന്നല്ലോ, മൈത്രി മൂവി മേക്കേഴ്സ്. ഇപ്പൊ കേൾക്കുന്നത് റോമിയോ പിക്ചേഴ്സ് ഈ സിനിമ നിർമ്മിക്കുന്നതാണ്. വമ്പൻ പ്രൊഡക്ഷൻ ടീമാണ്, വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുക്കാറുണ്ട് അല്ലേ അവര്. ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ. അടുത്തത് പെഡ്ഡി സിനിമയെ കുറിച്ച് രാംചരൺ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് മോസ്റ്റ് യൂണിക് സ്ക്രിപ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആള് ചെയ്തിട്ടുള്ള RRRന്റെ പിന്നെ ഏതായിരുന്നല്ലോ ഒരു പടം കൂടി പറഞ്ഞായിരുന്നല്ലോ, RRRും രംഗസ്ഥൻ. ഈ 2 സിനിമകളെക്കാട്ടിലും ഒക്കെ ഭയങ്കര സ്ക്രിപ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും വരട്ടെ. RRRോ രംഗസ്ഥനും അതിന്റെ അപ്പുറത്തേക്ക് യുണീക്കോ അങ്ങനെയാണ് പറഞ്ഞത്. പെഡ്ഡി വാവിട്ട വാക്കും കൈയിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള രാംചരനോടൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചത് എക്സ്പീരിയൻസ് ഉള്ളതാണ്, അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആരൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെന്ന്. ഇൻസ്റ്റാഗ്രാമിലൊന്ന് സ്ക്രോൾ ചെയ്താൽ ഈ ഒരു വലയത്തിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്നൊന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് ഇമാര് തള്ളൊക്കെ തള്ളു. ഗെയിം ചേഞ്ചറിന് എന്തെങ്കിലും തള്ളിയുണ്ടായിരുന്നോ? ഗെയിം ചേഞ്ചറിന് എന്തോ ഒരു സാധനം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാനിത് എഴുതിയപ്പോ ആദ്യം ഓർത്തതാ പട്ടച്ചോനെ ഗെയിം ചേഞ്ചറിനും ഇതൊക്കെ തന്നെ അല്ലായിരുന്നോ എന്ന്. അല്ല അപ്പൊ ആൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളുടെ ബുക്ക് തന്നെ എടുക്കുക, എന്നിട്ട് താളൊന്ന് ബാക്കിലേക്ക് മറിക്കുക, ഒരു ഒറ്റ താള് മറിച്ചാൽ മതി, അപ്പൊ അതിലുണ്ടാവും. എക്സ്പീരിയൻസിൽ വേറെ ആൾക്കൊന്നും പോകണ്ടല്ലോ, എങ്ങോട്ടും പോകണ്ട. ഓക്കെ ഇപ്പൊ 4-3 കാന്താര 2 സിനിമ. ഇത് കണ്ടോ കേട്ടോ? അതെനിക്കറിയാം. ഞാൻ തർക്കിച്ചാലും എടുത്ത് അലവാട്ടേക്ക് വരും. ടെൻഷൻ അടിക്കണ്ടെന്ന് ഒരു ടെൻഷനും ഇല്ല. കാന്താര 2 സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്ടോബറിൽ നിന്ന് മാറ്റാൻ സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും മാറ്റും എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. അതായത് ഡിസംബറിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. അതിന് കാരണം പറയുന്നില്ല. ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ഇഞ്ചുറി, ഒരുപാട് മരണങ്ങൾ, പിന്നെ പലരും രക്ഷപ്പെടുന്നു തലനാരിലേക്ക്. സത്യം എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ തന്നെ പറഞ്ഞ് ഫലിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഡിസംബറിൽ വരാനുള്ള കുറച്ച് സിനിമകളുണ്ടല്ലേ മലയാളത്തിൽ നിന്നാണെങ്കിൽ. ഈ കാന്താര 2 1000 കോടി അടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സിനിമ കേട്ടോ. ഇഡ്ലിക്കടൈ തേരെ ഇഷ്ക് മേൻ സിനിമേന്റെ ഷൂട്ടിന് ശേഷം ധനുഷ് ഇഡ്ലിക്കടയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സപ്ലൈക്ക് അല്ല, അഭിനയിക്കാൻ. തേരെ ഇഷ്ക് മേൻ ആൾറെഡി കഴിഞ്ഞു. അതൊരു ഗംഭീര സിനിമയായിരിക്കും. സംവിധാനം ചെയ്യുന്ന സിനിമ.
അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നോക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇഡ്ലിക്കടയുടെ സെറ്റൊക്കെ ഒന്ന് കത്തിയിട്ടുണ്ടായിരുന്നു, സീനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിലേക്കാണ് കിടക്കുന്നത്, ഷൂട്ടിലേക്ക് നേരിട്ടല്ല കിടക്കുന്നത്. പിന്നെ ധനുഷ് നായകനാവുന്ന അടുത്ത സിനിമ ഉണ്ട്, അതായത് പോർത്തൊഴിലിൻ്റെ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന പടം. അതാണ് ഇഡ്ലിക്കടയ്ക്ക് ശേഷം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ശേഷം എന്ന് പറഞ്ഞാൽ അത് കഴിയാൻ നിൽക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, കൂടെ തന്നെ അങ്ങനെയാണല്ലോ. അടുത്ത് കൽക്കി പാർട്ട് 2 4 കൽക്കി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. കാത്തിരുന്ന, അത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2ാം ഭാഗം കൽക്കിയാണ്. സത്യം. ആ കൽക്കി, അതാരോ ഒരു ചോദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2ാം ഭാഗം അത് കൽക്കിയാണ് കേട്ടോ. ഇപ്പൊ ചോദിച്ച് അന്ന് എടുക്കാൻ പറ്റിയില്ല, ഇപ്പൊ പറയണം കൽക്കിയാണ് കാത്തിരിക്കുന്നത്. കൽക്കി 2 ഒരു സംശയ കാര്യത്തിലില്ല. മാത്രമല്ല കർണനായിട്ട് നമ്മുടെ പ്രഭാസിനെ അത് മുഴുനീളമായിട്ട് കാണാൻ പോവല്ലേ, അതിന്റെ എക്സൈറ്റ്മെന്റ് ഭീകരാണ്. പിന്നെ അത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ ഭാഗത്ത് നിന്ന് ബാക്കി എന്ത് എന്നുള്ളത്. പിന്നെ അതിൽ ദുൽഖർ ഉണ്ട്, അത് നമുക്ക് അറിയണം, ദുൽഖറിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. പിന്നെ പ്രഭാസും നമ്മുടെ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറും തമ്മിൽ, അതായത് അമിതാഭ് ബച്ചന് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ, പിന്നെ പ്രഭാസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല താൻ കർണനാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ അറിയണം, ഇതൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുന്ന സിനിമ തന്നെ കേട്ടോ. അപ്പൊ നമ്മുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ഇടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഒരു പാർട്ട് 1 വരും, എന്നിട്ട് പാർട്ട് 2 ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു സ്കാം പോലെ ഇട്ടിട്ട് ഒരു പറ്റിക്കല്, എന്നിട്ട് അതിന്റെ ബാക്കിയൊന്നും പിന്നെ വരില്ല. അങ്ങനെ വരാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് തീർന്നിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങും എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ആ ചോദ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്റർനാഷണൽ തോൽവി ആയേനെന്ന്. അതേപോലെ 2 നിനക്ക് കിട്ടിയ, അയ്യോ ഒരു റണ്ണില്ലായിരുന്നെങ്കിൽ നിനക്ക് സെഞ്ചുറി നഷ്ടപ്പെടും, പിടിച്ചില്ലായിരുന്നെങ്കിൽ 4 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതേപോലെ 6 അടിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ കുറ്റിയാണ് പോയത്. സത്യം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം, റിവ്യൂ ആയിട്ട് വരാം.